വോട്ടുകൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന കാലിക പ്രസിദ്ധമായ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരമൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് വരാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയാതെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടാണ് നിലകൊള്ളുന്നത്. നമ്മുടെ രാജ്യം 8 പതിറ്റാണ്ടിനോട് സ്വാതന്ത്ര്യം നേടി 8 പതിറ്റാണ്ടിനോട് അടുത്തു നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായി ഇന്നും നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുൻപും ശേഷവും ഒരുപാട് രാജ്യങ്ങൾ ശിഥിലമായി പോയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപ് നേപ്പാൾ അതിനൊരു ഉദാഹരണമാണ്. നേപ്പാളിലെ ആഭ്യന്തര കലാപത്തിന്റെ ഫലമായി നേപ്പാളിന്റെ പ്രധാനമന്ത്രിക്കും അവിടെയുള്ള മന്ത്രിമാർക്കും സ്വന്തം നാട് വിട്ടുകൊണ്ട് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇതേ അവസ്ഥയായിരുന്നു ശ്രീലങ്കയിലും ജനാധിപത്യം തകർന്നുപോയത് ആ നാട്ടിലെ ആഭ്യന്തര കലാപം മൂലമാണ്. ആഭ്യന്തര കലാപം എന്ന് പറയുമ്പോ ഭരണകൂടത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതാകുമ്പോഴാണ് ആഭ്യന്തര കലഹങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ പട്ടാള അട്ടിമറികളിലൂടെ വ്യത്യസ്തമായ രാജ്യങ്ങൾ തകർന്നുപോയിട്ടുണ്ട്. ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങള് അതിനൊക്കെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള 3 രാഷ്ട്രങ്ങളുടെ ഗതിയാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ജനാധിപത്യം തകർന്നു. ആഭ്യന്തര കലാപങ്ങളിലൂടെ പട്ടാള അട്ടിമറികളിലൂടെ ആ രാജ്യങ്ങളൊക്കെ ശിഥിലമായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ രാജ്യം 8 പതിറ്റാണ്ടിനോട് അടുത്തു നിൽക്കുമ്പോഴും ശിഥിലമായിട്ടില്ല, പട്ടാള അട്ടിമറി നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക്, ഇവിടുത്തെ ഓരോ പൗരന്മാർക്കും ഈ രാജ്യത്തെ ജനാധിപത്യത്തോട് അത്രമേൽ കൂറുള്ളത് കൊണ്ടാണ് ഈ രാജ്യം ശിഥിലമാകാതെ പോകുന്നത്. ഇവിടെ എന്തേ ജനങ്ങളില്ലായിട്ടാണോ? യുവാക്കളില്ലായിട്ടാണോ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലായിട്ടാണോ? അല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് സുന്ദരമായ ഒരു ഭരണഘടനയുടെ മുകളിലാണെന്ന്. ഒരു രാജ്യത്വമില്ലാത്ത സുന്ദരമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഡോക്ടർ അംബേദ്കർ രചിച്ച സുന്ദരമായ ഒരു ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ പൗരന്മാർ വോട്ട് വിനിയോഗിക്കാൻ വരുന്നത്. നമ്മൾ എവിടെയായാലും, രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ വിദേശത്തോ എവിടെയായാലും, ഗ്രാമങ്ങളിലെ തെരഞ്ഞെടുപ്പായാലും നഗരങ്ങളിലെ തെരഞ്ഞെടുപ്പായാലും നിയമസഭകളിലെ തെരഞ്ഞെടുപ്പായാലും നമ്മൾ വോട്ട് വരാറുണ്ട്. വോട്ട് ചെയ്യാൻ വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വലിയ പണം ചെലവഴിച്ചുകൊണ്ട് നാട്ടിലേക്ക് കടന്നു വരുന്നത്. വോട്ട് വിനിയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ തിരിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തോറ്റുപോകാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജയിക്കാറോ തോൽക്കാറുമുണ്ട്. പക്ഷേ നമ്മൾ വോട്ട് ചെയ്യാൻ വരാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കണമെന്ന ഓരോ വ്യക്തിയുടെയും ബോധ്യമാണ് നമ്മ ഇവിടെ എത്തിക്കുന്നത് വോട്ട് ചെയ്യാൻ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു രാജ്യത്തെ ശിഥിലമാക്കാനാണ് ഭരണകൂടം നേരിട്ടുകൊണ്ട് ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിൽ ജനാധിപത്യ സമൂഹത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുകൾ ഒന്നടങ്കം എടുത്തു നോക്കണം. നമുക്കറിയാം, നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഭരണകൂടത്തൊപ്പം ചേർന്ന് നിൽക്കാറില്ല. രാജ്യത്തെ ജനങ്ങളോടൊപ്പവും രാജ്യത്തെ ഭരണഘടനയോടൊപ്പവും രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെയുള്ള അത്തരം സംവിധാനങ്ങൾ, ഭരണഘടനയുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈയടുത്ത് നമ്മൾ എന്താ കാണുന്നത്? 2022 1985 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അരുൺ ഗോയൽ ഇലക്ഷൻ കമ്മീഷണറായിട്ട് വരികയാണ്. എല്ലാ മാനദണ്ഡങ്ങളും, രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അരുൺ ഗോയലിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തൊരു ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുമ്പോ സെലക്ഷൻ പാനലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത്. എന്താണ് സെലക്ഷൻ പാനൽ എന്ന് പറയുന്നത്?
രാജ്യത്തെ പ്രധാനമന്ത്രി ആ സെലക്ഷൻ പാനലിൽ ഉണ്ടാകണം. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ആ സെലക്ഷൻ പാനലിൽ ഉണ്ടാകണം. രാജ്യത്തെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആ സ്ഥാനത്തുണ്ടാകണം. ഈ 3 പേർ ചേർന്നുകൊണ്ടാണ് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷണർമാരെ ഇത്രയും കാലം നിയമിച്ചുള്ളത്. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്, ഇത്തരത്തിലല്ലാതെ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് വിമുഖീകരിക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട്. പക്ഷേ ഈ നിർദ്ദേശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മോഡി ഗവൺമെന്റ് അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണറെ കെട്ടിയെടുത്തു. അതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വലിയ രീതിയിൽ കോടതിയിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്നോ വിമർശനങ്ങളുണ്ടായി. ഏതടിസ്ഥാനത്തിലാണ് അരുൺ ഗോയലിനെ നിയമിച്ചത് എന്ന് പോലും കോടതി ചോദിച്ചു ഭരണകൂടത്തോട്. നരേന്ദ്രമോദിക്കോ ഭരണകൂടത്തിനോ ഒരക്ഷരം മിണ്ടാൻ ആ സമയത്ത് സാധിച്ചില്ല. അപ്പോൾ തന്നെ കൃത്യമായി ഈ ഭരണകൂടത്തിന് മനസ്സിലായി, സുപ്രീം കോടതിയുള്ള കാലത്തോളം, ഭരണഘടനയുള്ള കാലത്തോളം നമുക്ക് ഇത്തരത്തിൽ നമ്മുടേതായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനെ മറികടക്കാൻ ഇവിടെ നിയമ ഭേദഗതി കൊണ്ടുവരണം, നിയമനിർമ്മാണം കൊണ്ടുവരണം. പെട്ടെന്ന് തന്നെ നിയമനിർമ്മാണം നടത്തി. എന്താ നിയമനിർമ്മാണം? ഈ പാനൽ കമ്മിറ്റിയിൽ നിന്ന് ഒരു മാറ്റമങ്ങ് വരുത്തി മോഡി ഗവൺമെന്റ്. ചീഫ് ജസ്റ്റിസിനുള്ള സ്ഥാനത്തേക്ക് കേന്ദ്രത്തിന്റെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയെ തിരികെ കയറ്റി. ചീഫ് ജസ്റ്റിസിനെ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി, ഈ പാനലിൽ നിന്ന് ഒഴിവാക്കി. വളരെ കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. 2024 ലോക്സഭാ ഇലക്ഷനെ നേരിടുമ്പോൾ പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ഭരണകൂടത്തിന് അനുകൂലമാകുന്ന രീതിയിൽ, ഭരണകൂടത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായി മാറണമെന്ന് ഈ ഭരണകൂടത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടു മുൻപ് അരുൺ ഗോയൽ രാജിവെക്കുകയാണ്. നാടകീയമായ രാജി. 2027 വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടെന്നിരിക്കെ ലോക്സഭാ ഇലക്ഷന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം രാജിവെച്ചു. പകരക്കാരനായി താരാ വരുന്നത്? രാജീവ് കുമാർ എന്ന് പറയുന്ന മറ്റൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഭരണകൂടത്തിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ലോക്സഭാ ഇലക്ഷൻ നടന്ന ഓരോ സ്ഥലങ്ങൾ എടുത്തു നോക്കുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഡൽഹിയിലെ പത്രക്കാരെ വിളിച്ചുകൊണ്ട് തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് വലിയ അട്ടിമറിയാണ് എന്ന്. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല. ഇവിടെയുള്ള തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവാകട്ടെ, മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി മത്സരിച്ച മണ്ഡലമാണ് വാരണാസി. വാരണാസിയിലോ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, ഇതാ പ്രധാനമന്ത്രി തോൽക്കാൻ പോകുകയാണ്, പ്രധാനമന്ത്രി വലിയ വോട്ടിന് പിന്നിലാണ്, പരാജയം നേരിടാൻ പോകുകയാണ്. അവസാനത്തെ 90% വോട്ടെണ്ണിയപ്പോഴും അത് തന്നെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞത്. എല്ലാവരും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അത് വീക്ഷിച്ചവരാണ്. പക്ഷേ അവസാന ഘട്ടം, പോളിംഗിന്റെ അവസാന നിമിഷം റിസൾട്ട് വരുന്നത് നിർത്തിവെക്കുകയാണ്. നിർത്തിവെച്ച് നമ്മൾ ഇതുവരെ കാണാത്തൊരു നിർത്തിവെക്കലാണ്. ഒരു ദിവസം 1 മിനിറ്റോ 10 മിനിറ്റോ അല്ല, 1 മണിക്കൂറാണ് വാരണാസിയിലെ റിസൾട്ട് നിർത്തിവെച്ചത്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ കാണുന്നത് എന്താ? നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്നു. 1000-ഓ 2000 അല്ല, ലക്ഷക്കണക്കിന് വോട്ടിന് വാരണാസിയിൽ നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഭരണകൂടം കൃത്യമായി പ്ലാൻ ചെയ്തത്. രാജീവ് കുമാർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതിലൂടെ ഈ ഭരണകൂടം കണ്ടത്, അവർ പരാജയം അറിയുന്ന ഇടത്തൊക്കെ അട്ടിമറി നടത്തണമെന്ന കൃത്യമായ ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് തോൽക്കാൻ പോകുന്ന നരേന്ദ്രമോദിയെ പോലും ഇവർ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വാരണാസിയിൽ ഒതുങ്ങിയില്ല. നമ്മുടെ ബാംഗ്ലൂർ സെൻട്രലിലാണ് അടുത്ത കണക്കുകൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധ്യതയെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകളും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അവസാന നിമിഷം BJPയുടെ പ്രതിനിധി വിജയിക്കുകയാണ്. എങ്ങനെയാ വിജയിക്കുന്നത്? അവിടുത്തെ കണക്കുകൾ ഇപ്പൊ പുറത്തു വരികയാണ്. ഒരൊറ്റമുറി വീട്ടിൽ പോലും 68 വോട്ടാണ് BJPയുടെ ആളുകൾ ചേർത്തതായി കാണുന്നത്. ഒരൊറ്റമുറി വീട്ടിൽ 2 പേർക്കാണ് ആ ഒറ്റമുറി വീട്ടിൽ താമസിക്കാൻ കഴിയുക. നിങ്ങൾക്കറിയാം, ബാംഗ്ലൂരിലേക്ക് സഞ്ചരിച്ചാൽ വലിയ വലിയ വീടുകളല്ല, ചെറിയ ചെറിയ റൂമുകളിലാണ് അവിടെയുള്ള ആളുകൾ താമസിക്കുക. 1, 2, 3 പേർ ആ വീടുകളിൽ താമസിക്കും. അതിനപ്പുറത്തേക്ക് താമസിക്കാറില്ല. അത്തരം സ്ഥലത്താണ് ഒറ്റമുറി വീടിൽ പോലും 68 പേരെ
ഇവിടെയുള്ള ഇലക്ഷൻ കമ്മീഷണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചേർത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എത്രമേൽ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. ഈ ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലമുണ്ട്. അവിടെ 1,14,280 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് BJPക്ക് കിട്ടിയുള്ളത്. 20,000 കഴിഞ്ഞ പ്രാവശ്യം 20,000 ഒക്കെ നിയമസഭാ ഇലക്ഷനിൽ എള്ളും BJPയും കൂടി ചേർന്നിട്ട് മത്സരിച്ചിട്ട് പോലും 20,000 മാത്രം ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്താണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,24,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്നത്. മഹാദേവപുരയിലെ കണക്കെടുത്ത് നോക്കുമ്പോ പൂർണ്ണമായും വ്യാജനാണ്. 1,11,000 വോട്ടുകൾ വ്യാജമായി കയറിക്കൂടിയിരിക്കുന്നു. അവിടെ 1,11,000 വോട്ടുകൾ ആരാണെന്നില്ല, മുഖം പോലുമില്ലാത്ത ഒരുപാട് മനുഷ്യരുടെ വോട്ടുകൾ തിരികെ കയറ്റിയിരിക്കുന്നു. വീട് നമ്മൾ ചോദിക്കുമ്പോ 0 ആണ്, തെറ്റാണ്, വയ്യാണ് ചേർത്തിരിക്കുന്നത്. എല്ലാ രീതിയിലും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഭരണകൂടത്തോടൊപ്പം ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചേർന്ന് നിന്നിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പറയും ഇത് ഉത്തരേന്ത്യയിലാണല്ലോ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിൽ ഇതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അടിമകളുണ്ട് ഇവിടെ. അവരോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ തൊട്ടപ്പുറത്തെ തൃശൂർ മണ്ഡലത്തിലെ കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. BJPക്ക് കേരളത്തിൽ ആകെ കിട്ടിയ ഒരു MP-യാണ് സുരേഷ് ഗോപിയിലൂടെ ആകെ കിട്ടിയ ഒരു MP സ്ഥാനം തൃശൂർ മണ്ഡലത്തിലാണ്. പ്രിയപ്പെട്ടവരെ, തൃശൂർ മണ്ഡലത്തിലെ കണക്കുകൾ എന്തൊക്കെയാ വരുന്നത്? സുരേഷ് ഗോപിയുടെ വീട്ടിൽ 11 വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ആ 11 പേർ ഇന്നവിടെ ഉണ്ടോ? ആ 11 പേരിൽ 3 പേരൊഴികെ ബാക്കി ആരും ഇവിടെയില്ല. പ്രിയപ്പെട്ടവരെ, മറ്റ് പുറത്തുള്ള മണ്ഡലങ്ങളിലെ BJPയുടെ നേതാക്കന്മാരുടെ 100 ആയിരക്കണക്കിന് വോട്ടുകൾ ആ മണ്ഡലത്തിൽ ചേർത്തിരിക്കുന്നു. 65,000 പുതിയ വോട്ടർമാർ ആ മണ്ഡലത്തിൽ BJP ചേർത്തിരിക്കുന്നു. ആരൊക്കെയാണ് ചേർത്തിട്ടുള്ളത്? ഈ 65,000 ആളുകളിൽ നമുക്കറിയാം, പുതിയ വോട്ടർമാർ വരുമ്പോ 18 വയസ്സുള്ള പുതിയ വോട്ടർമാർ കയറി വരുന്നത് സ്വാഭാവികമാണ്. അതെല്ലാ നാട്ടിലും ഉണ്ടാകും. അത് 1,00,000 ആരും ചോദ്യം ചെയ്യാറില്ല. പക്ഷേ ഈ 65,000 BJP ചേർത്ത വോട്ടുകളിൽ 45ഉം 70 മടക്ക് അടക്കമുള്ള വയസ്സുള്ള വൃദ്ധരായിട്ടുള്ള മനുഷ്യരുടെ വോട്ടുകളാണ് BJP ചേർത്തതെന്ന് പറയുമ്പോ ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അട്ടിമറി എന്ന് പറയുന്നത്. അവിടെ ഒരു ജില്ലാ ഭരണാധികാരി ഉണ്ടായിരുന്നു, കൃഷ്ണതേജ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അവിടെയുള്ള LDF-ന്റെയും UDF-ന്റെയും പ്രതിനിധികൾ വ്യാപകമായി പറയാൻ തുടങ്ങി. വ്യാപകമായി ആ പരാതി വന്നപ്പോ ഈ കൃഷ്ണതേജ് എന്ന് പറയുന്ന ജില്ലാ ഭരണാധികാരിക്ക് തന്നെ പരാതി കൊണ്ടുകൊടുത്തു. പക്ഷേ അദ്ദേഹം മുഖം തിരിഞ്ഞു നിന്നു. അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പരാതിയും അദ്ദേഹം സ്വീകരിച്ചില്ല. ഈ കൃഷ്ണതേജ് എന്ന് പറയുന്ന വ്യക്തി, ഭരണാധികാരി ഇന്നെവിടെയാ ഉള്ളത്? തൃശൂർ മണ്ഡലത്തിലല്ല. തൃശൂർ മണ്ഡലത്തിലെ ആ ജില്ലാ ഭരണാധികാരിയെ ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയുടെ PA ആയി BJP നിയമിച്ചിരിക്കുന്നു. ഇതാണ് പാരിതോഷികം. BJP ഭരണകൂടത്തിന് അനുകൂലമായി നിന്നാൽ അവർക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് സ്ഥാനക്കയറ്റം കൊടുക്കും. അത് നമ്മള് ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞ ജഡ്ജിമാരിലൂടെ നമ്മൾ കണ്ടതാ. അന്ന് വിധി പറഞ്ഞ ജഡ്ജിമാരെല്ലാം ഇന്ന് വ്യത്യസ്ത സ്റ്റേറ്റിന്റെ ഗവർണർമാരായിട്ട് നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, രാജ്യം എത്രമേൽ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തെയാണ് അട്ടിമറിക്കുന്നത്. നമുക്കറിയാം, ജനാധിപത്യത്തെ അട്ടിമറിച്ച ഒരാളോട് പോലും ഈ ജനങ്ങള് സഹകരിച്ചിരുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് നേരിട്ട പ്രതിസന്ധികൾ. രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ജനങ്ങൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കോൺഗ്രസ് ചരക്കായി മാറുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇത് ഇവിടെയുള്ള ആളുകളുടെ ജനാധിപത്യ ബോധമാണ് സൂചിപ്പിക്കുന്നത്. ആ ബോധം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്നിന്റെ കാലത്ത് നമുക്ക് ആവശ്യമായി വരുന്നത്. ഒരു ഭാഗത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇവിടെയുള്ള ആളുകളെ എല്ലാ രീതിയിലും ക്രൂരമായി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വീണ്ടും ഇതാ ബീഹാറിൽ നിന്ന് വാർത്തകൾ വരുന്നു. ബീഹാറില് നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുകയാണ്. അവിടെ 65 ലക്ഷം വോട്ടർമാരെയാണ് ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത്. അവിടെയുള്ള ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനുള്ള നേതൃത്വത്തിലടക്കം. ഒരു ഭാഗത്ത് ഇല്ലാത്ത, മുഖം പോലുമില്ലാത്ത, മാതാവില്ലാത്ത, പിതാവില്ലാത്ത വോട്ടർമാർ കയറിക്കൂടുമ്പോ മറ്റൊരു ഭാഗത്ത് വോട്ടർമാരായിട്ട് ആധാർ കാർഡുള്ള എല്ലാ രേഖകളുമുള്ള മനുഷ്യരെ വോട്ടർ പട്ടികയിൽ തള്ളിക്കളയുന്നു. അതിന്റെ ഉദാഹരണമാണ് ബീഹാറിൽ കണ്ടിട്ടുള്ളത്.
65 ലക്ഷം വോട്ടർമാർ. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞു ആധാർ കാർഡൊന്നും നമുക്ക് പരിഗണിക്കാൻ പറ്റൂല. ഇത് പറഞ്ഞതിനു ശേഷം സുപ്രീം കോടതി ഇടപെട്ടു. എന്തുകൊണ്ട് ആധാർ കാർഡ് പരിഗണിച്ചുകൂടാ? ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെ അവകാശമാണ് വോട്ട്. അത് പരിഗണിക്കേണ്ടത് ആധാർ മുൻനിർത്തിയിട്ടത് തന്നെയാണ്. ഇത്രയും കാലം പരിഗണിച്ച ആധാറിനെ നിങ്ങൾക്ക് അനുസൃതമാകുന്ന രീതിയിൽ വിനിയോഗിക്കാനല്ല ഇവിടെ നിയമങ്ങളുള്ളത്, ഇവിടെ സംവിധാനങ്ങളുള്ളത്. ആധാർ കാർഡ് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണറെ ആട്ടിവിട്ടു സുപ്രീം കോടതി. ഇപ്പൊ തീരുമാനിച്ചിരിക്കുക 65 ലക്ഷം വോട്ടർമാരെയും ഞങ്ങൾ പരിഗണിച്ചോളാമെന്ന്. പ്രിയപ്പെട്ടവരെ, BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാകില്ല. ഈ 65 ലക്ഷം വോട്ടർമാർ ആരാ? ബീഹാറിലെ മുസ്ലിങ്ങളാണ്, ബീഹാറിലെ ആദിവാസികളാണ്, ബീഹാറിലെ പിന്നോക്കക്കാരാണ്. അവരുടെ വോട്ടുകളാണ്, ദരിദ്രരായ മനുഷ്യരുടെ വോട്ടുകളാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ചോദ്യം ചെയ്യാൻ വരില്ലല്ലോ. എന്തുകൊണ്ടോ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒന്നിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ അവസരം കൊടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷണറോടും ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടത്. ഈ രീതിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഒരു ഭാഗത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുമ്പോ മറ്റൊരു ഭാഗത്ത് ഇവിടെയുള്ള ജനങ്ങളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലാ? നമ്മുടെ സർവ്വ മേഖലകളും ഇന്ന് സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. എയർപോർട്ട് സംവിധാനം സ്വകാര്യവൽക്കരിക്കുന്നു, സീപോർട്ട് സംവിധാനം സ്വകാര്യവൽക്കരിക്കുന്നു, ഇവിടെയുള്ള തീരദേശ മേഖലകൾ സ്വകാര്യവൽക്കരിക്കുന്നു, വനമേഖലകൾ സ്വകാര്യവൽക്കരിക്കുന്നു, ടൂറിസം മേഖലകള് സ്വകാര്യവൽക്കരിക്കുന്നു. ആരായി സ്വകാര്യവൽക്കരിച്ചാൽ ഇവിടത്തെ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളിക്കോ ഇവിടെയുള്ള സാധാരണ മനുഷ്യർക്കോ എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരമില്ല. ഇവിടത്തെ കുത്തക മുതലാളിമാർ ഉയർന്നു വരുമെന്നതല്ലാതെ നിങ്ങൾക്കൊരു നയാ പൈസയുടെ ഉപകാരം ലഭിക്കാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, രാജ്യം തിളങ്ങുന്നു എന്ന് പറയുന്നത് ഇവിടത്തെ ജനങ്ങളെ കണ്ടിട്ടില്ല, ഇവിടത്തെ കുത്തക മുതലാളിമാരുടെ ആസ്തി കണ്ടിട്ടാ പറയുന്നത് രാജ്യം തിളങ്ങുന്നു എന്ന്. ഇതിന്റെ ഉദാഹരണവും നമ്മുടെ മുന്നിലുണ്ട്. 146 കോടി മനുഷ്യരാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. 146 കോടി മനുഷ്യരാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വസിക്കുന്നത്. അതിൽ ഇവിടെയുള്ള 300 കുത്തക മുതലാളിമാരുടെ ആസ്തി അറിയോ നിങ്ങൾ? 146 ലക്ഷം കോടി രൂപയാ. എങ്ങനെ ഉണ്ടായതെന്ന് അറിയുമോ? അവനവന്റെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട സമ്പാദ്യം ഈ മാർക്കറ്റിൽ വിനിയോഗിച്ചപ്പോഴല്ല, ഇവിടുത്തെ ഗവൺമെന്റ് മാറി മാറി വരുന്ന ഗവൺമെന്റ് ഉണ്ടല്ലോ, BJPയുടെ ഗവൺമെന്റ്, അവർ സൗകര്യം ചെയ്തു കൊടുത്തപ്പോഴാണ്, അവർ സീപോർട്ട് അവർക്ക് കൊടുത്തപ്പോഴാണ്, അവർ ഇവർക്ക് തീരദേശ മേഖല എഴുതി കൊടുത്തപ്പോഴാണ്, എയർപോർട്ട് എഴുതി കൊടുക്കുമ്പോഴാണ്, പെട്രോളിയം സംവിധാനങ്ങൾ എഴുതി കൊടുക്കുമ്പോഴാണ് ഇവർ വളർന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ GDP 40% ഇവിടെയുള്ള തുച്ഛമായ ഇവിടെയുള്ള കുത്തക മുതലാളിമാരുടെ വകയാണ്. 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇവിടെ ഒരു GDPയുടെ 40% സംഭാവന ഇവിടത്തെ കുത്തക മുതലാളിമാരുടെ വകയാണ്. ഇവിടെയുള്ള മനുഷ്യർ ദരിദ്രരാണെന്നാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വകാര്യവൽക്കരിച്ചാൽ ഏത് രീതിയിലാണോ നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ന് നമുക്കിപ്പോഴുള്ള നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പണ്ട് പെട്രോളിന്റെ വിലനിർണ്ണയാവകാശം ഇവിടുത്തെ ഗവൺമെന്റിനായിരുന്നു. പെട്രോളിന്റെ വിലനിർണ്ണയാവകാശം ഇവിടുത്തെ ഗവൺമെന്റിനായിരുന്നു. പക്ഷേ അതെടുത്തു കളഞ്ഞ് ഇവിടുത്തെ സ്വകാര്യ കമ്പനികൾക്ക് എഴുതി കൊടുത്തു. അതിന്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ലേ? എത്ര രൂപയാണ് ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എത്ര സമരം ചെയ്തിട്ടും അതിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല. കാരണം ഇവിടെയുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിലാണ് പെട്രോളിയം സംവിധാനങ്ങളൊക്കെ. പ്രിയപ്പെട്ടവരെ, വാവിട്ട് നിലവിളിച്ചത് കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. താമരക്ക് കുത്തുമ്പോ BJPക്ക് കുത്തുമ്പോ ആലോചിക്കണം. ഇനി വരാനിരിക്കുന്ന നാളുകൾ അതിദയനീയമായിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് ഇത്തരം അതിക്രമങ്ങൾ നേരിട്ട് ജനങ്ങൾക്കെതിരെ നേരിട്ട് അതിക്രമങ്ങൾ നടത്തുമ്പോ RSSന്റെ BJPയുടെ ഉറുപ്പിന്റെ രാഷ്ട്രീയ സംവിധാനത്തിന് ബലം നൽകുന്നതിന് വേണ്ടി അവർ വ്യത്യസ്തമായ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 3 കന്യാ സഹോദരിമാരെ ഛത്തീസ്ഗഡിന്റെ തെരുവോരത്ത് RSSന്റെ ബജരംഗദളിന്റെ കലാപകാരികള് ക്രൂരമായി ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ BJP ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ 3 കന്യാ സഹോദരിമാരെയും
അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവർ ചെയ്ത തെറ്റെന്താ? വനമേഖലയിൽ പോയി ആദിവാസികൾക്ക് വേണ്ടി പണിയെടുത്തു, ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി സംസാരിച്ചു എന്നൊറ്റ കാരണത്താൽ ആ പാവപ്പെട്ട സഹോദരിമാരെ, കന്യാസഹോദരിമാരെ, കേരളത്തിലെ കന്യാസഹോദരിമാരെ ജയിലിലടച്ചു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാരുടെ വോട്ടിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം ഡൽഹിയിലേക്കും ഛത്തീസ്ഗഡിലേക്കും ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇതൊരു സെലക്റ്റീവായി പോകുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടി ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, 3 പേര് ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെടുമ്പോ ആസാമിലെ തെരുവോരത്ത് ആയിരക്കണക്കിന് മുസ്ലിം സമുദായത്തിന്റെ വീടുകൾ തകർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഉത്തർപ്രദേശിന്റെ തെരുവോരങ്ങളിൽ കണ്ണുനീർ വാർത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ സഹോദരിമാര്, ഉമ്മമാര്, മക്കള് വിലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരോട് ഒരു ദിവസം പറയുകയാണ് ഭരണകൂടം, നിങ്ങൾ നാളെ വീടൊഴിഞ്ഞു പോകണം, നാളെ തകർക്കാൻ പോകുകയാണ്. ഒരു കോടതിയുടെ നോട്ടീസില്ല, ഒരു താലൂക്ക് ഓഫീസിന്റെ നോട്ടീസില്ല, വില്ലേജിൽ നിന്നൊരു അറിയിപ്പില്ല. ഒരു ദിവസം സുപ്രഭാതത്തിൽ ബുൾഡോസർ രാജ് നടത്തുകയാണ്. ബുൾഡോസർ രാജ് JCB എടുത്തുകൊണ്ടുവന്ന് ഇന്നലെ വരെ 60 വർഷം കിടന്നിറങ്ങിയ വീട് തരിപ്പിടമാക്കുകയാണ്. വാവിട്ട് നിലവിളിക്കുന്ന ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് സമയമില്ല, ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സമയമില്ല. UP-യിലും ആസാമിലും രാജസ്ഥാനിലും എല്ലാ ഇടങ്ങളിലും ഇവിടുത്തെ ഇന്ത്യ സഖ്യത്തിനാണ് ഈ മനുഷ്യരെ വോട്ട് ചെയ്തെന്നതുകൂടി നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാവരും കൈവിട്ടപ്പോ ഇവിടുത്തെ പിന്നോക്കക്കാരാണ്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചത്. ആ മനുഷ്യരോടുള്ള ഒരു ജനാധിപത്യ ഉത്തരവാദിത്തമില്ലേ പ്രിയപ്പെട്ടവരെ? എന്തേ നിങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? 2 ലക്ഷം വീടാണ് പ്രിയപ്പെട്ടവരെ ആസാമിലും UP-യിലും മറ്റിടങ്ങളിലുമൊക്കെ തകർത്ത് കളഞ്ഞിട്ടുള്ളത്. ഒരു ഭാഗത്ത് എല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഭക്ഷണം, വസ്ത്രം, ആചാരങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ഒരു മുസ്ലിം സമുദായത്തെ ആക്രമിക്കാനുള്ള കാരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. മുൻപ് കാലങ്ങളിൽ RSS നേരിട്ടായിരുന്നു അക്രമം നടത്തിയത് എങ്കിൽ ഇന്ന് ഭരണകൂടം നേരിട്ട് RSSന്റെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാ. ചോദ്യം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ ആസാമിലെ ഹിമന്ത് മിശ്രക്കടക്കം വലിയ അഹങ്കാരത്തോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഹിമന്ത് മിശ്ര എന്ന് നിങ്ങൾക്കറിയാം? കോൺഗ്രസിന്റെ ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കുറച്ച് MLA-മാരെയും കൂട്ടി BJP-യിൽ ചേർന്ന വ്യക്തിയാണ്. 10-30 വർഷക്കാലം മതേതരത്വം പറഞ്ഞവൻ ഇന്ന് വർഗീയതയുടെ ഏറ്റവും വലിയ കാവലാളായി അവൻ മാറിയിരിക്കുകയാണ്. ഹിമന്ത് മിശ്ര ശർമ്മ എന്ന് പറയുന്ന നരഭോജിയായിട്ടുള്ള ആസാമിലെ മുഖ്യമന്ത്രി. പ്രിയപ്പെട്ടവരെ, ആരോടാണ് ഈ ജനത സങ്കടം പറയേണ്ടത്? ഈ രാജ്യത്ത് ഒരു ഭരണഘടന നിലനിൽക്കുമ്പോ, ഈ രാജ്യത്ത് ഒരു ജനാധിപത്യം നിലനിൽക്കുമ്പോഴാണ് ഈ മനുഷ്യര് തെരുവിൽ അട്ടിയോടിക്കപ്പെടുന്നത്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ സഹോദരന്മാർ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം 2001 അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഓരോ 36 മണിക്കൂറും ഇവിടെ ഒരു ക്രൈസ്തവ സഹോദരൻ ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്തയാണ്. ക്രിസ്മസ് നാളുകളിലോ അവരുടെ ദേവാലയങ്ങളിലേക്ക് ഇരച്ചു കയറിട്ട് ബജ്രംഗ് ദളിനെയും RSSന്റെയും കിങ്കരന്മാർ അവരെ ക്രൂരമായി ആക്രമിക്കുകയാണ്. ഞാൻ മുൻപ് പറഞ്ഞ ഛത്തീസ്ഗഡിൽ ഇതാ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ശർമ്മ എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം കന്യാസ്ത്രീകളെ ആക്രമിച്ച് ജയിലിലടക്കാൻ നേതൃത്വം കൊടുത്ത ബജ്രംഗ് ദളിന്റെ നേതാവ് ശർമ്മ എന്ന് പറയുന്ന നേതാവ് തന്നെ വീണ്ടും ഇതാ ക്രൈസ്തവ സഹോദരന്മാരെ ആക്രമിച്ചിരിക്കുന്നു. തുടർക്കഥയാണ്. എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നു. മുൻപൊക്കെ നമുക്ക് ബീഫിന്റെ പേരില്, പശുവിന്റെ പേരിലുള്ള കൊല ഒരു വലിയ അത്ഭുതമായി, ഒരു വലിയ ദുഃഖത്തോടുകൂടി കേൾക്കാറുണ്ടായിരുന്നു. ദുഃഖം എന്ന് നിലനിൽക്കുമ്പോഴും അത്ഭുതം കുറഞ്ഞു വരുന്നു, ഞെട്ടൽ കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടാ? ഈ രാജ്യത്ത് അനുദിനം ബീഫിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു. നമ്മുടെ മനസ്സുകളിൽ നിന്ന് അതൊരു വാർത്തയല്ലാത്ത രീതിയിൽ ഇത് ആക്രമിക്കപ്പെടുമെന്ന സാധാരണ മനോഭാവത്തിലേക്ക് ഇവിടെയുള്ള മനുഷ്യർ മാറുകയാണ്. ഈ രീതിയില് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ട മനുഷ്യരാണോ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ? പ്രിയപ്പെട്ടവരെ, അത്രമേൽ RSSന്റെയും BJP ഭരണകൂടത്തിന്റെയും ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് ജീവിക്കേണ്ടവരാണോ നമ്മൾ? അല്ല എന്നാണ് നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഉത്തരം വരേണ്ടത്. ഈ ഉത്തരം മുൻപ് കൊടുത്ത മനുഷ്യരുണ്ടായിരുന്നു. നമ്മുടെ മുന്നേ മരിച്ചുപോയവരുണ്ടല്ലോ, നമ്മുടെ മുന്നേ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യിച്ച, ജീവനവും സമർപ്പിച്ച ഒരുപാട് മനുഷ്യരില്ലേ? ആലി മുസല്ലിയാർമാരും, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും, ടിപ്പു സുൽത്താനും, ഭഗത് സിംഗും, അങ്ങനെ അനേകം മനുഷ്യരില്ലേ? അവർ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടില്ലേ? തീതുക്കുന്ന തോക്കിന് മുന്നിലേക്ക് സാധാരണക്കാരായ മനുഷ്യർ
കൈവിമുണ്ടുടുത്ത മലബാറിലെ പോരാളികൾ, ഉത്തരേന്ത്യയിലെ പോരാളികൾ ഈ വെള്ള പിശാചുകൾക്ക് മുന്നിൽ എടുത്തെറിഞ്ഞിട്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ ഒരു സംവിധാനത്തെക്കാൾ എത്രയോ വിദ്യാഭ്യാസമുള്ള മനുഷ്യരുള്ള ഈ നാട്ടിൽ, എത്രയോ സംവിധാനങ്ങളുള്ള ഈ നാട്ടിൽ നമ്മൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടേണ്ടവരാണോ? അല്ലെന്നാണ് നിങ്ങളുടെ മനോമുഖരങ്ങളിൽ ഉത്തരം വരേണ്ടത്. അല്ലെങ്കിൽ നാളത്തെ തലമുറ നിങ്ങളെ നോക്കി പറയും, ഈ കാലത്ത് ജീവിച്ച BJPയുടെ അതിക്രമ കാലത്ത് ജീവിച്ച ന്യൂനപക്ഷങ്ങള്, ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ ഒന്നിനും കൊള്ളാത്ത ചണ്ടികളായിരുന്നു എന്ന് നാളത്തെ തലമുറ നമ്മളെ നോക്കി പറയും. പക്ഷേ നമ്മൾ ഇന്നലകളിലെ പൂർവികന്മാരെ നോക്കിയിട്ട് ഒരു മിനിറ്റ് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. ഒരു മിനിറ്റ് നമ്മൾ അവരെ കുറിച്ചൊരു തെറ്റ് പറയേണ്ടി വന്നിട്ടില്ല. അത്രമേൽ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. കൈമരത്തിലേക്ക് നടന്നു പോകുമ്പോഴും ഞങ്ങളെ മുന്നിൽ നിന്ന് വെടിയുതിർക്കണമെന്ന് പറഞ്ഞ ധീര പോരാളികളുടെ പിന്മുറക്കാരെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ ജനാധിപത്യത്തെ വീണ്ടെടുത്തില്ല എങ്കിൽ, നശിച്ചു പോകുന്ന ഭരണകൂടം നേരിട്ടില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യത്തിന് കാവലിരുന്നില്ല എങ്കിൽ നിങ്ങൾ വിഡ്ഢികളെന്ന്, ഒന്നിനും കൊള്ളാത്തവരെന്ന് നാളത്തെ തലമുറ വിളിച്ചു പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരക്കാരിൽ നമ്മൾ പെട്ടുപോകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ജനാധിപത്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും തകർക്കുകയാണ്. ഈ ജനാധിപത്യത്തെ ഏത് രീതിയിലാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? നമ്മുടെ 4 തൂണുകളുണ്ട്. രാജ്യത്ത് 4 തൂണുകൾ, സുശക്തമായ 4 തൂണുകൾ. എന്തേ ആ 4 തൂണുകൾ എന്ന് പറയുന്നത്? ഒന്ന് നിയമനിർമ്മാണ സഭയാണ്. രണ്ടാമത്തത് കാര്യനിർവഹണ മേഖലയാണ്. മൂന്നാമത്തത് ഇവിടുത്തെ ജുഡീഷ്യറിയാണ്. നാലാമത്തത് ഇവിടുത്തെ മീഡിയകളാണ്. ഈ 4 സംവിധാനങ്ങളും പരസ്പരം ഒത്തുചേരുമ്പോ, പരസ്പരം ചേർത്ത് പിടിക്കുമ്പോഴാണ്, കണ്ണിചേരുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുക, നമ്മുടെ ജനാധിപത്യ രാജ്യം നിലനിൽക്കുക. എന്തേ അത് പറയാനെന്നറിയുമോ? നമ്മുടെ നിയമനിർമ്മാണ സഭയില് നമ്മുടെ രാജ്യത്തെ നയങ്ങൾ രൂപീകരിക്കുമ്പോ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കാര്യനിർവഹണ മേഖലയിലൂടെ അത് സുതാര്യമായി നടക്കണം. മൂന്നാമത്, രാജ്യത്ത് എന്തെങ്കിലും നീതി നിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നീതിബോധം മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ നീതിപീഠം ഇടപെടണം. ഇതിൽ നിന്നൊക്കെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടണമെങ്കിൽ അവരുടെ ശബ്ദമായി മാധ്യമങ്ങൾ മാറണം, ഭരണകൂടത്തെ അറിയിക്കണം. സമരസജ്ജരാക്കുന്നതിന് വേണ്ടി മീഡിയകളുടെ പങ്കും വലുതാണ്. ഈ 3ഉം ഒന്നിലേക്ക് ചേർന്നാൽ രാജ്യം അപകടത്തിലേക്ക് പോകും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ 4 കാര്യങ്ങളും, ഈ 4 തൂണും ഒന്നിലേക്ക് ചേരുന്ന കാഴ്ചയാണ്. ഇവിടുത്തെ നിയമനിർമ്മാണ സഭകളിൽ പ്രതിപക്ഷത്തെ പോലും ബഹുമാനിക്കാതെ നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വ്യത്യസ്തമായ കരിനിയമങ്ങൾ ചുട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അവസാനമായിട്ട് ഇവിടെ 305 പ്രകാരമുള്ള നിയമനിർമ്മാണം വരുന്നുണ്ട്. ആ നിയമനിർമ്മാണം കൂടി പാസ്സായാൽ ഇവിടുത്തെ ഏത് പൊതുപ്രവർത്തകരെയും അയോഗ്യനാക്കാം, MLA-യും മന്ത്രിയും അയോഗ്യനാക്കാൻ, ഒരു കേസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അയോഗ്യനാക്കാൻ കഴിയുന്ന നിയമമാണ്. ആ നിയമങ്ങളൊക്കെ വരുമ്പോ നിയമനിർമ്മാണ സഭയുടെ പ്രസക്തി നഷ്ടപ്പെടും. രണ്ടാമത്തത് കാര്യനിർവഹണ മേഖലയാണ് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥ മേഖല. ആ ഉദ്യോഗസ്ഥ മേഖല നമുക്കറിയാം, ഇന്ന് പൂർണ്ണമായും BJP വൽക്കരിക്കുന്നു, RSS വൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നശിച്ചാൽ രാജ്യത്തെ ജനാധിപത്യം നശിക്കും. ജുഡീഷ്യറി സംവിധാനമാണ്. ജുഡീഷ്യറി സംവിധാനത്തെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് വരുന്ന വാർത്ത ഇതാ, ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് മലേഗാവ് കേസില് 30ഓളം മുസ്ലിം സഹോദരന്മാര് പള്ളിക്കുള്ളിൽ കൊല ചെയ്യപ്പെട്ട കേസ്, ബോംബ് പൊട്ടിയിട്ട് RSSന്റെ തീവ്രവാദികള്, ബജരംഗിന്റെ തീവ്രവാദികള് ബോംബ് വെച്ച് കൊല ചെയ്യപ്പെട്ട കേസിൽ ഈ പറയപ്പെടുന്ന അസീമാനന്ദയും സ്വാമി പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെയൊക്കെ കോടതി വെറുതെ വിട്ടിരുന്നു. ആ കോടതി വിധിക്കെതിരെ ബോംബെയിലെ ഹൈക്കോടതിയിലേക്ക് ഇതിൽ കൊല്ലപ്പെട്ട സഹോദരന്മാരുടെ മാതാപിതാക്കൾ ചെന്നു. അപ്പൊ ബോംബെ ഹൈക്കോടതി പറഞ്ഞത്, ആർക്കും കയറി വരാനുള്ള ഇതൊന്നല്ല, ഇത് ഏതെങ്കിലും സമയം ആർക്കും കയറി വരാനുള്ള സ്ഥലമല്ലെന്ന് ഒരു ഉറപ്പുമില്ലാതെ നീതി കാക്കേണ്ട ജുഡീഷ്യറി സംവിധാനത്തിലിരിക്കുന്ന ജഡ്ജി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തോട് ഔദാര്യമല്ല ചോദിച്ചത്, ഈ രാജ്യത്തെ നീതിയാണ് ചോദിച്ചത്. ഈ രാജ്യത്തെ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയാണ് ബോംബെ ഹൈക്കോടതിയിലേക്ക് ചെന്നത്. ആ കോടതിയിൽ നിന്ന് വരുന്ന വിധികളാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ വിധി നമ്മുടെ മുന്നിലുണ്ട്. ഐതിഹ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ്, നീതിയെ മുൻനിർത്തിയിട്ടല്ല, ഐതിഹ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ജഡ്ജിമാർ വിധി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ മൂന്നാമത്തെ സംവിധാനം, ജുഡീഷ്യറി സംവിധാനം, ഈ സംവിധാനവും ഭരണകൂടത്തോടൊപ്പം ചേർന്നാൽ രാജ്യത്തെ ജനാധിപത്യം തകർക്കപ്പെടും. നാലാമത്തെ സംവിധാനം മാധ്യമങ്ങളാണ്.
അദാനിയും അദാനിയും ഇതാ ന്യൂസ് 18-ഉം NDTV-യും വാങ്ങിച്ചിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ശബ്ദം ഓരോന്നോരോന്നായി ഇല്ലാതാവുകയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യങ്ങളുടെ ശബ്ദം ഭരണകൂടത്തെ കേൾപ്പിക്കേണ്ടത് മനോഹര കേൾപ്പിക്കേണ്ട സംവിധാനങ്ങളൊക്കെ ഇവിടുത്തെ കുത്തക മുതലാളിമാരും ഭരണകൂടവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 4 സംവിധാനവും തകർന്നാൽ ഈ രാജ്യം ശിഥിലമാകും. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ശിഥിലമാകാൻ അനുവദിച്ചുകൂടാ. ഈ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തിനെതിരെ നീതിയെ മുൻനിർത്തിക്കൊണ്ട്, ജനാധിപത്യത്തെ മുൻനിർത്തിക്കൊണ്ട്, ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് പോരാട്ടം നടത്തേണ്ടത് ഈ രാജ്യത്തെ ഓരോ മനുഷ്യരെയും ഉത്തരവാദിത്തമാണ്. ഞങ്ങളിത് പറയുമ്പോ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നത്. വെറുതെ ഇങ്ങനെ വാവിട്ട് നിലവിളിച്ചുകൊണ്ടല്ല ഞങ്ങളിത് ജനാധിപത്യ സമൂഹത്തോട് സംവദിച്ചത്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊടുത്തിട്ടുണ്ട്, ജീവൻ കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബ് ഇന്ന് തീഹാർ ജയിലിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരന്മാർ വ്യത്യസ്ത ജയിലുകളിൽ കഴിയുന്നുണ്ട്. കാരണം മോഷ്ടിച്ചതിന്റെ പേരിലല്ല, ആരെങ്കിലും ആക്രമിച്ചതിന്റെ പേരിലല്ല, മറിച്ച് RSS സംഘപരിവാരത്തിനെതിരെ രാഷ്ട്രീയപരമായ നിർഭയ രാഷ്ട്രീയത്തിന്റെ സംഘാടനം രാജ്യത്താകമാനം നടത്തിയതിന്റെ പേരിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ അബൂബക്കർ സാഹിബ്, വയോവൃദ്ധനായ മനുഷ്യൻ, ക്യാൻസർ രോഗിയായ മനുഷ്യൻ തീഹാർ ജയിലിൽ കഴിയുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ഉസ്മാൻ സാഹിബ് 2 വർഷത്തിന് മുകളിൽ ജയിലിൽ കിടന്നത് ഈ ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. SB അമീർ എന്ന് പറയുന്ന ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗം 2 വർഷത്തോളം ജയിലിൽ കിടന്നത് RSSനെതിരെ നിർഭയമായി രാഷ്ട്രീയ സംഘാടനം നടത്തിയതിന്റെ പേരിലാണ്. ഞങ്ങൾക്ക് ജീവിതം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാൻ സാഹിബ് രക്തസാക്ഷിയായത് RSSനെതിരെ നിലപാടെടുത്തത് കൊണ്ടാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് കണ്ണമത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് സലാഹുദ്ദീൻ തങ്ങള് ജീവിതം കൊടുത്തത് RSSന്റെ കടാര കത്തിക്ക് മുന്നിൽ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നത് RSSനെതിരെ BJPക്കെതിരെ സംസാരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ജനാധിപത്യ സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുണ്ട്, പിന്നിലല്ല, ജീവിതം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മൈക്കടയുടെ മുന്നിൽ കസർത്ത് പറയുന്നതല്ല, ജീവിതം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ തെളിയിക്കും. ഞങ്ങളൊരു പക്ഷേ നാളുകളിൽ ജയിലിൽ പോകും. ഞങ്ങളുടെ തലമുറ വീണ്ടും വന്ന് നിങ്ങളോട് ഇതേ വിഷയം പറയും. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ പൂർവികന്മാരുടെ സ്വപ്നം സംരക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, ഞങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഓരോ പ്രോഗ്രാമുകളോടൊപ്പം നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ച കടമത്തൂരിലെ നല്ലവരായ ഓരോ മനുഷ്യർക്കും 1000 തത്വാധിഷ്ഠിത വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് STP.